ഹായ് ആൾ, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. നമ്മൾ ഇന്ന് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോജിസ്റ്റിക് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആൻഡ് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്. നമ്മൾ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്താണ്, എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ സ്കോപ്പ്, ഇമ്പോർട്ടൻസ്, അതേപോലെ അതിൻ്റെ ഫ്രെയിംവർക്ക് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെടുന്നതാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇറ്റ്സ് ആൾ അബൌട്ട് ദ കോർഡിനേഷൻ ഓഫ് ലോജിസ്റ്റിക് ആക്ടിവിറ്റീസ്. എല്ലാ ലോജിസ്റ്റിക് പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, ആ ഒരു ഫ്രെയിംവർക്ക് എന്ന് പറയാം. നമ്മളെപ്പോഴും ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കും, അതിനെ കവർ ചെയ്യുന്നതിന് നമ്മൾ ഫ്രെയിം അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഹോൾ വർക്ക് എന്നുള്ളത് പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ലോജിസ്റ്റിക് വർക്കുകളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് അതിൻ്റെ ഫ്രെയിംവർക്ക് എന്ന് പറയാം. എന്തൊക്കെ ആക്ടിവിറ്റീസ് വരാം, അതിൽ മാർക്കറ്റിംഗ് വരാം, അതേപോലെ പ്രൊഡക്ഷൻ, ഫിനാൻസ്, IT, ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ആക്ടിവിറ്റീസുകൾ, അതുമായി ബന്ധപ്പെട്ട സെയിൽസ്, പർച്ചേസ്, വെയർഹൗസിങ്, ട്രാൻസ്പോർട്ടേഷൻസ്, സാധനം കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഡെലിവറീസ്, ട്രാൻസ്പോർട്ടേഷൻ, എല്ലാതും ഡിമാൻഡ് പ്ലാനിങ്, ഓർഡർ പ്രോസസ്സിങ്, ഓർഡർ ടേക്കിംഗ്, തേർഡ് പാർട്ടി, എക്സ്റ്റേണൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതിനെയാണ് എന്ത് പറയുക, കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് അതിന് വരുന്നത് എന്നുള്ളതാണ്. ടോട്ടൽ സിസ്റ്റം കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ എഫിഷ്യൻ്റ് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാം, എഫിഷ്യൻസി കൂട്ടാം എന്നുള്ളതാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറയും വേണം, എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുകയും വേണം. അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. സോ അതെങ്ങനെ പ്രവർത്തിക്കാൻ ഹെൽപ്പ് ആകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ലീൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റേജ് കുറച്ചുകൊണ്ട് ഉയർന്ന പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക. അതായത് പ്രൊഡക്ടിവിറ്റി ഉയർത്തുകയും അതേപോലെ അതിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കുകയും വേണം. ലോ കോസ്റ്റിൽ ഉയർന്ന പ്രൊഡക്ടിവിറ്റി, വേസ്റ്റേജ് ശ്രദ്ധിക്കണം, വേസ്റ്റേജ് കുറച്ചുകൊണ്ട് ഉയർന്ന പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്ന മാനേജ്മെൻറ്റിനെയാണ് ലീൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയാം. നമ്മളെപ്പോഴും പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു 100 ഗ്രാം സാധനം എടുത്തു കഴിഞ്ഞാൽ അതിന് മാക്സിമം എത്ര ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ക്ലോത്തൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എത്ര വേണം. ഇപ്പോൾ ലോങ് ആയിട്ട് ചുരിദാർ അങ്ങനത്തെ കടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് എത്ര അളവിന് വേണം എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട്. അത് എടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വെട്ടിങ്ങോ അല്ലെങ്കിൽ കട്ടിങ്ങോ ഒക്കെ വെട്ടിയത് കറക്റ്റ് അല്ലെങ്കിൽ എന്താവും, വേസ്റ്റേജ് ആയിരിക്കും കൂടുതൽ വരിക. എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താവും സംഭവിക്കുക, അതിൻ്റെ വേസ്റ്റേജ് കൂടുതലായിട്ട് വരും. സോ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ എക്സ്പേർട്ടൈസ് ചെയ്തിട്ടുള്ള ആളുകളെ കൊണ്ട് ചെയ്യിച്ച് ആ ഒരു മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉയർന്ന പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുക. സോ ലീൻ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, വേസ്റ്റേജ് കുറച്ചുകൊണ്ട് ഉയർന്ന പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്ന മാനേജ്മെൻറ്റിനെയാണ് ലീൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയാം. അടുത്തത് അജിലെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്നാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് നമുക്കത് ആവശ്യത്തിന് ഉപയോഗിക്കാനാണ്. സോ നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ച് സാധനങ്ങൾ എത്തിച്ച് തരാൻ കഴിയുന്ന ആ ഒരു സ്പീഡിൽ സാധനങ്ങൾ എത്തിച്ച് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത്. അജിലെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് തന്നെ സ്പീഡും ഫ്ലെക്സിബിലിറ്റിയാണ്. സ്പീഡായിട്ട് കാര്യങ്ങൾ എത്തിക്കുക അല്ലെങ്കിൽ ഫ്ലെക്സിബിളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുക, ഇങ്ങനെയുള്ള ലോജിസ്റ്റിക് മാനേജ്മെൻറ്റാണ് അജിലെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് റെസിലിയൻറ്റ് ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് ആണ്. റിസ്ക് മാനേജ്മെൻറ്റ്, നമ്മളൊരു പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ റിസ്കിനെ മാനേജ് ചെയ്യുന്ന, അതായത് ഭാവിയിൽ ഒരു റിസ്ക് വരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വർക്ക് ചെയ്ത് ആ റിസ്കിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ലോജിസ്റ്റിക്കിനെയാണ് റെസിലിയൻറ്റ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയാം. റിസ്ക് വന്നാലും അത് റിക്കവറി ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. റിസ്ക് കുറച്ചുകൊണ്ട് നന്നായിട്ട് റിക്കവറി ആയിട്ട് ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് ആണ് റെസിലിയൻറ്റ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രീൻ ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് ആണ്. എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൂടുതലായിട്ട് മുമ്പൊക്കെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചും മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിച്ചും നമ്മൾ എൻവയോൺമെൻറ്റ് കംപ്ലീറ്റ് മലിനമാണെന്ന് പറയും. സോ ഇപ്പം നമ്മൾ എക്കോ ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് പല മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. സോ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആണ് ഫോക്കസ് ചെയ്യുന്നത് ഗ്രീൻ ലോജിസ്റ്റിക് എന്നതിൽ.
എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന റീവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെറ്റീരിയൽസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ടാക്കുക. ആ മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്രീൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയാം. നമുക്കറിയാം റെഡ്യൂസ് ചെയ്യാം, വേസ്റ്റേജുകൾ റെഡ്യൂസ് ചെയ്യുന്ന, അതായത് പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്ത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവ, റീവർക്ക് ചെയ്യാൻ പറ്റുന്ന, അതിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെ റീവർക്ക് ചെയ്യാൻ പറ്റുന്നത്, റീഫ്രഷ്മെൻറ്റ് ചെയ്യാൻ പറ്റുക, വീണ്ടും പുനർനിർമ്മിക്കാൻ പറ്റുന്ന, റീഫുർബിഷ് എന്നാണ് പറയുക. അതെന്താണ്, പുനർനിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലുള്ളവ. അതേപോലെ റീക്ലെയിം ചെയ്യാൻ പറ്റുന്നവ, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നവ, റീമാനുഫാക്ചറിങ്, പെട്ടെന്ന് എന്താ ചെയ്യാൻ പൊളിച്ചിട്ട് മാറ്റുമ്പോഴും എന്താവരുത്, കംപ്ലൈൻ്റ് ഒന്നും അല്ലാതെ റീമാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സിനെ ഹാൻഡിൽ ചെയ്യുന്ന, അതാണ് ഗ്രീൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുക. എക്കോ ഫ്രണ്ട്ലി, പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിലുള്ള പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുകയും അതെന്ത് ചെയ്യുക, അത് മാർക്കറ്റിലേക്ക് എത്തിക്കും. അത് ആ മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന ടീമാണ് ഗ്രീൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രീൻ ലോജിസ്റ്റിക്സിൻ്റെ ഫീച്ചേഴ്സാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. എന്താണ്, എൻവയോൺമെൻറ്റൽ റിസ്ക് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഗ്രീൻ ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്യുന്നത്. എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന യൂസേജ് കൊണ്ടുണ്ടാകുന്ന റിസ്കുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പ്രൊമോട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഹെൽത്തും സേഫ്റ്റിയും പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഗ്രീൻ ലോജിസ്റ്റിക്സിൻ്റെ വർക്കുകൾ വരിക. എനർജി കൺസപ്ഷനും എമിഷനും റെഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എക്കണോമിക്കും സോഷ്യലും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ബാലൻസ് ചെയ്ത് നിർത്തുന്നതും ആരാണ്, ഗ്രീൻ ലോജിസ്റ്റിക്സ് ആണ്. ഈ ഗ്രീൻ ലോജിസ്റ്റിക്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, സോഷ്യലും എക്കണോമിക്കലും എൻവയോൺമെൻറ്റലും ബാലൻസ് ചെയ്ത് നിർത്തുക. അതേപോലെ എമിഷനും കൺസപ്ഷനും എനർജി കൺസപ്ഷനും എന്ത് ചെയ്യുക, നമ്മൾ മലിനീകരണങ്ങളൊക്കെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അതുപോലെ ഹെൽത്തും സേഫ്റ്റിയും ഉറപ്പാക്കുക, എൻവയോൺമെൻറ്റിൽ വരുന്ന റിസ്കുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അടുത്ത ഭാഗം ടോട്ടൽ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, TLM എന്നാണ് പറയുക. എന്താണ് ടോട്ടൽ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്? An approach that manages continuously interact with സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ ആ പ്രൊഡക്റ്റിനോട് താല്പര്യമുള്ളത് അവരെ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ നടത്തി ആ പ്രൊഡക്റ്റിനെ എങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തി മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് ഉറപ്പുവരുത്തുന്ന ടീമാണ് TLM അഥവാ ടോട്ടൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവരുടെ ലക്ഷ്യം എന്താ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലോജിസ്റ്റിക് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് TLM പ്രവർത്തിക്കുന്നത്. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് നടത്തി ചേഞ്ചസ് വരുത്തി ലോജിസ്റ്റിക് ടീമിൻ്റെ ഓപ്പറേഷൻസ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വർക്ക് ചെയ്തത്, ടോട്ടൽ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് വർക്ക് ചെയ്തത്. അവരുടെ ഫീച്ചേഴ്സ്, കസ്റ്റമർ അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ പാർട്ട്ണർഷിപ്പ്, കസ്റ്റമറുമായിട്ട് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ നമ്മുടെ പ്രൊഡക്റ്റുമായിട്ടുള്ള ട്രസ്റ്റാണ് അവിടെ ബിൽഡ് ചെയ്യപ്പെടുന്നത്. സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തുക. അതുപോലെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ സാധനം നമ്മുടെ കയ്യിലെത്തുന്ന ആ ഒരു ടെക്നിക്കിലേക്ക് കസ്റ്റമറിനെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. 1 ക്ലിക്ക് സിസ്റ്റം എന്നാണ് പറയുക ഓട്ടോമേഷൻ. അടുത്തത് വരുന്നത് സസ്റ്റൈനബിലിറ്റി, മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ലാസ്റ്റ് വൺ എഫിഷ്യൻസി എപ്പോഴും എന്താണ് ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ കാര്യമാണ്. എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്കോപ്പാണ്. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സാധ്യതകളിൽ ആദ്യം എന്തിനു വേണ്ടിയിട്ടാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്, സപ്പോർട്ട് സിസ്റ്റമാണ്. പ്രൊക്യൂർമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു, മാനുഫാക്ചറിങ്, കസ്റ്റമർ സർവീസിങ്. നമുക്ക് ആദ്യം മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം, അതുപോലെ തന്നെ അത് മാനുഫാക്ചർ ചെയ്യണം, പിന്നെ അത് കസ്റ്റമർക്ക് കൊടുക്കണം. ഈ 3 കാര്യത്തെ ടോട്ടലി സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. എൻഷുർ കോർഡിനേഷൻ ബിറ്റ്വീൻ ഇന്റർനെറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഓപ്പറേഷൻ, ഉള്ളിലുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള ഓപ്പറേഷനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് ആണ്. അച്ചീവ് എഫിഷ്യൻറ്റ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഫ്ലോ കറക്റ്റ് ആക്കുന്നത് ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് ആണ്. ഇതാണ് സ്കോപ്പ് ആയിട്ട് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്താണ്, മെയിൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ, പ്രൊഡക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് ഗുണമുണ്ടോ, പ്രൊഡക്റ്റിന് ഇനി ആവശ്യങ്ങൾ ഉണ്ടാവോ എന്നുള്ളതൊക്കെ നോക്കുന്നത് ആരാണ്, ലോജിസ്റ്റിക് ആണ്. റെഡ്യൂസ് കോസ്റ്റ്, ഇംപ്രൂവ് കസ്റ്റമർ സർവീസ്. കോസ്റ്റ് കുറച്ചുകൊണ്ട് കസ്റ്റമറുടെ സർവീസ് കൂട്ടുക അല്ലെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കുന്ന സർവീസ് കൂട്ടുക എന്നുള്ളതും ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളാണ്. എൻഷുർ സ്മൂത്ത് ഫ്ലോ ഫ്രം ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ. ഒരു സാധനം പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് കമ്പനിയിലെത്തി, ഫാക്ടറിയിലെത്തി, അത് ഉണ്ടാക്കി അത് കസ്റ്റമറുടെ കയ്യിലെത്തുന്നതിനുള്ള
സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോ, കോസ്റ്റ് കുറച്ചുകൊണ്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോ എൻഷുർ ചെയ്യുന്നത് ആരാണ്? ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ്. മെയിൻറ്റെയിൻ കോർഡിനേഷൻ, പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? സ്റ്റക്ക് ആവും പല സ്ഥലങ്ങളിൽ. സോ കോർഡിനേഷൻ ഉറപ്പുവരുത്തുന്നതും ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ ബിസിനസ് ലോജിസ്റ്റിക്സ്. എന്താ ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളെയും ഉൾപ്പെടുന്നതാണ് ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ്, മൂവ്മെന്റ്, സ്റ്റോറേജ് ഗുഡ്സ്, സർവീസ്, ഫ്ലോ ടു ഡെസ്റ്റിനേഷൻ, അതേപോലെ കമ്പനിയിൽ നടക്കുന്ന ഫെസിലിറ്റീസ്, കമ്പനിയിൽ കൊടുക്കുന്ന ഫെസിലിറ്റീസ്, കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ, പാക്കിങ്, ഓർഡർ ടേക്കിംഗ്, എല്ലാതും ഒരു ബിസിനസ് കാര്യങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകെ തുകയാണ് ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അവരുടെ ലക്ഷ്യം എന്താണ്? ഗോൾ എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡക്റ്റ് കസ്റ്റമറുടെ കയ്യിലെത്തുക എന്നുള്ളതും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതുമാണ് അവരുടെ ലക്ഷ്യം. ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകെ തുകയാണ് ബിസിനസ് ലോജിസ്റ്റിക്സ്. നെക്സ്റ്റ് വൺ മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ്. മെറ്റീരിയൽസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, പ്ലാൻ ചെയ്ത് അതിൻ്റെ പ്ലാനിങ്, കൺട്രോളിംഗ് ഓഫ് ഇൻവെന്ററി, പ്രൊക്യൂർമെന്റ്, വെയർഹൗസിംഗ്, വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് കവർ. ഇൻബോർഡിൽ നടക്കുന്ന സ്ഥാപനത്തിന്റെ, അതായത് ഫാക്ടറിക്ക് അകത്ത് നടക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിനാവശ്യമായ സ്റ്റോറേജിന് ആവശ്യമായിട്ടുള്ള വെയർഹൗസ്, പിന്നെ വർക്കുകൾ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഉൾപ്പെടുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് ആവുന്നതിന് മുമ്പേ കമ്പനിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാക്ടറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ്. ഇതൊരു ഇൻബോണ്ട്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻബോണ്ടും ഔട്ട് ബോണ്ടും. ഇതൊരു ഇൻബോണ്ട് ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ് വൺ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. നമ്മൾ എവിടെ ഉണ്ടാക്കുകയാണ്, മെറ്റീരിയൽ മാനേജ്മെന്റിൽ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാക്കിയ പ്രൊഡക്ട്സിനെ നമ്മൾ മൂവ് ചെയ്യുന്ന പ്രക്രിയയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, ഇൻവെന്ററി കൺട്രോളിംഗ്, പാക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഫാക്ടറിയിലുള്ള സാധനത്തിനെ വെയർഹൗസ് വഴി കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തി നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഒരു ഔട്ട്ബോർഡ് ആക്ടിവിറ്റി കൂടിയാണ്. നെക്സ്റ്റ് വരുന്നത് സപ്ലൈ മാനേജ്മെന്റ് ആണ്. എന്താണ്? ഐഡന്റിഫൈയിങ്, അക്യൂറിംഗ്, മാനേജ്. സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ടോ, പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് പ്രൊക്യൂർമെന്റ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, ഗൂഡ്സും സർവീസും കറക്റ്റ് ആണോ, ഇൻഫർമേഷൻ കസ്റ്റമർക്ക് പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് സപ്ലൈ മാനേജ്മെന്റ്. അവരെന്താണ്? കോസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട്, അവരുടെ ഗോൾ എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് എഫിഷ്യൻ്റ് ആയി റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുക. അതായത് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുക, റിസ്ക് മാനേജ്മെന്റ് കുറയ്ക്കാം. ഇതാണ് സപ്ലൈ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. എന്താണ് ഡീസെൻട്രലൈസ്ഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ നീഡ്സുകൾ കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള ലോജിസ്റ്റിക് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നതാണ് ഡീസെൻട്രലൈസ്ഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക് ഡിസിഷൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ഡിഫറെന്റ് ലൊക്കേഷൻസ് ആൻഡ് യൂണിറ്റ്സ്, അല്ലെങ്കിൽ ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു റെസ്പോണ്ട് ലോക്കൽ നീഡ്സ് ഓർ കണ്ടീഷൻസ്. ലോക്കൽ നീഡ്സും കണ്ടീഷൻസും കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് ഡീസെൻട്രലൈസ്ഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവർ ബേസ്ഡ് ഓൺ ലോക്കൽ നോളേജ് ആൻഡ് കൾച്ചറൽ ഡിഫറൻസ്, ഡിസിഷൻസ് ആർ മെയ്ഡ് ക്ലോസ് ടു കസ്റ്റമർക്ക് എന്താണോ ആവശ്യമെന്ന് കണ്ടെത്തി അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് ആണ് ഡീസെൻട്രലൈസ്ഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ഡീസെൻട്രലൈസ്ഡ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെൻട്രലൈസ്ഡ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും. അവർ ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, സ്റ്റാൻഡേർഡൈസ് ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുക. പക്ഷേ ഡീസെൻട്രലൈസ് ചെയ്യുന്നത് എന്താണ്? മെയ്ഡ് ലോക്കൽ നീഡ്സിന്റെ കസ്റ്റമറുടെ ഭാഗത്തുണ്ടാകുന്ന ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡീസെൻട്രലൈസ്ഡ് കാര്യങ്ങൾ തീരുമാനിക്കുക. അവർ എന്താണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്? കസ്റ്റമറുടെ റെസ്പോൺസിനെ ഫോക്കസ് ചെയ്താണ് ഡീസെൻട്രലൈസ്ഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. അടുത്ത ഭാഗം വരുന്നത് ഇമ്പോർട്ടൻസ് ആണ്. ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എസെൻഷ്യൽ ഫോർ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ബിസിനസ്, ഹാൻഡ്ലിംഗ് ഗുഡ്സ്, എൻറ്ററിങ് ആൻഡ് ലീവിംഗ് ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലേക്ക് പ്രോഡക്ട്സ് വരുന്നതും പോകുന്നതും സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതാണ് ഇവരുടെ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അവർക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. ലോജിസ്റ്റിക് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നതിന് കമ്പനിയുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നതിന് വേണ്ടിയിട്ടാണ്.
നെക്സ്റ്റ് എഫിഷ്യൻറ്റ് ഫ്ലോ ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. നമ്മൾ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് മാനുഫാക്ചറിങ് ഒക്കെ പ്രോപ്പർ ആണ് എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ്. കോമ്പറ്റീറ്റീവ് എഡ്ജുകൾ കണ്ടെത്തുക. എന്തൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവ് വരുന്നത്, എവിടെയാണ് റിസ്കുകൾ വരാൻ സാധ്യത ഉള്ളത്, എന്തൊക്കെ ലോസുകളാണ് സംഭവിക്കുക, എല്ലാ കാര്യങ്ങളും കണ്ടെത്തി അവയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതും ആരാണ്? ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ്. കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റം എഫക്റ്റീവ് ആക്കുക. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻസ് നടത്തുക. പ്രൊഡക്ട്സിനെ കുറിച്ചും കസ്റ്റമർ റിവ്യൂ, റെസ്പോണ്ടും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കഴിയുന്നില്ല, അതിനുശേഷം ഫീഡ്ബാക്ക് എടുത്ത് അപ്ഡേഷൻസും കൂടി ഉൾപ്പെടുന്നതാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉറപ്പുവരുത്തുക. ലാസ്റ്റ് വൺ ഇൻവെന്ററി മാനേജ് ചെയ്യുക. ഉണ്ടാക്കിയ സ്റ്റോക്കുകളെല്ലാം പ്രോപ്പർ ആയിട്ടാണ്, ഇനി എന്തെങ്കിലും പെൻഡിങ്ങോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് അവിടെ ഇല്ല എന്നുള്ളത് ഇൻവെന്ററി മാനേജ്മെന്റും ആരുടെ ഡ്യൂട്ടിയാണ്? ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസിൽ പെടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ നോക്കാനുള്ളത്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.